പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവൻ്റെ സംസ്കാരം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ CBCIയുടെയും കാരിത്താസ് ഇന്ത്യയുടെയും നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ മൂന്നാമത്തെ മാർച്ച് ഫോർ ലൈഫ് 2024 ഓഗസ്റ്റ് 10 ശനിയാഴ്ച തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ മാർച്ച് ഫോർ ലൈഫിലേക്ക് സ്വാഗതം ചെയ്യാനാണ് ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഡൽഹിയിലും പൂനെയിലുമാണ് ഇതിനു മുമ്പ് മാർച്ച് ഫോർ ലൈഫ് നടന്നത്. ആഗോള ശ്രദ്ധ നടത്തിയിട്ടുള്ള ഒരു ഇവൻ്റായി ഇത് മാറുകയും ചെയ്തു. ജീവൻ്റെ സംസ്കാരത്തെ വളർത്തുക എന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്ന് ജനസംഖ്യ കുറയുകയാണ്, കുടുംബങ്ങളുടെ തകർച്ച വലുതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം മക്കളില്ല, വിവാഹം വേണ്ട, തെറ്റായ ജീവിതത്തിൽ പലരും ഇടപെടുന്നു. അങ്ങനെ കുടുംബ തകർച്ചയോടൊപ്പം തന്നെ സമൂഹവും തളരുന്നു. ഈ അവസരത്തിൽ വളരെയേറെ വേദനയോടുകൂടി പറയാവുന്നത്, ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് അബോർട്ട് ചെയ്യപ്പെട്ട് മരണപ്പെടുന്നത്. ഇങ്ങനെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു സംസ്കാരം, മരണ സംസ്കാരം വന്നപ്പോൾ നമ്മുടെ സമൂഹം തന്നെ, മനുഷ്യവംശം തന്നെ നാശത്തിലേക്ക് പോകുന്ന അവസരത്തിൽ ജീവൻ്റെ സംസ്കാരത്തിന് വേണ്ടി പടപൊരുതാൻ എല്ലാ നല്ല മനുഷ്യരെയും ക്ഷണിക്കുക, ആഹ്വാനം ചെയ്യുക എന്നതാണ് ഈ മാർച്ച് ഫോർ ലൈഫിൻ്റെ പ്രധാന ഉദ്ദേശം. 2024 ഓഗസ്റ്റ് 10 ശനിയാഴ്ച രാവിലെ 8:30 മണി മുതൽ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ തൃശ്ശൂരിൽ വന്ന് സെമിനാർ നടത്തുകയാണ്. ഇപ്പോഴത്തെ മരണ സംസ്കാരത്തെയും ജീവൻ്റെ സംസ്കാരത്തെയും കുറിച്ചുള്ള പഠനങ്ങളും അതിനെക്കുറിച്ച് ചർച്ചകളും. ഉച്ച കഴിഞ്ഞ് 2 മണിയോടുകൂടി പൊതുസമ്മേളനവും, ചെറിയൊരു പൊതുസമ്മേളനവും, തുടർന്ന് മാർച്ച് ഫോർ ലൈഫ് 2:30 ആരംഭിക്കുകയാണ്. ഈ മാർച്ച് ഫോർ ലൈഫിലേക്ക് കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നും, തൃശ്ശൂരിലെ എല്ലാ ഇടവകകളിൽ നിന്നും ജനങ്ങൾ വന്ന് ശക്തമായി ഈ ജീവൻ്റെ സംസ്കാരത്തിന് വേണ്ടിയുള്ള മാർച്ച് നടത്തുകയാണ്. നിങ്ങളെല്ലാവരെയും ഇതിൽ പങ്കുചേരാൻ ഞാൻ ക്ഷണിക്കുകയാണ്. ഏകദേശം 4-4:30 സ്വരാജ് റൗണ്ട് ചുറ്റി തിരിച്ച് സെൻറ്റ് തോമസ് കോളേജിൽ തന്നെ എത്തി. സെൻറ്റ് തോമസ് കോളേജിലെ പാലോക്കാരൻ സെൻറ്ററിലാണ് ഈ സെമിനാറും പൊതുസമ്മേളനവും ഇത് റാലിക്ക് ശേഷമുള്ള സമ്മേളനവും നടക്കുക. അവിടെ വെച്ച് ഏകദേശം 2 ലക്ഷത്തോളം കമ്പയിൻ ഫോർ പ്രോ ലൈഫ് മൂവ്മെൻറ്റ്, അതായത് ഇതിനു വേണ്ടിയുള്ള ഒപ്പ് ശേഖരണം, പ്രത്യേകിച്ച് MTP ആക്ട് റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തോടു കൂടിയുള്ള ആ കമ്പയിൻ, അതിൻ്റെ ഒപ്പ് ശേഖരണത്തിൻ്റെ ഔദ്യോഗികമായ ഏൽപ്പിക്കൽ ചടങ്ങും അവിടെ നടക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും മാർച്ച് ഫോർ ലൈഫിലേക്ക്, പൊതുസമ്മേളനത്തിലേക്ക്, റാലിയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു.